നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാം. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ച് ഒരു സംഘടന, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ കുറഞ്ഞത് 7 മെമ്പേഴ്സ് ഉണ്ടാവണം. 7 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാകരുത്. പല ജാതി മതസ്ഥരായ നാട്ടിലെ 7 പേർ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള തന്നെ വേണമെന്നില്ല, 7 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ കുറഞ്ഞ പക്ഷം വേണ്ടത്. എത്രയും ആകാം, 7, 18, 20, 30, 50, 100 ആൾക്കാരാകാം. അത് പൊതു ജനറൽ ബോഡിയായി മാറും. അപ്പോൾ ഇതിൽ 2 സിസ്റ്റം ചെയ്യുന്നുണ്ട് ആൾക്കാർ. സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട്, ശരിയായ രീതിയിൽ നടത്തുന്നവരുമുണ്ട്. അതെങ്ങനെ നമുക്ക് ദുർവിനിയോഗം ചിന്തിക്കാം. ഒരു സൊസൈറ്റി ഒരാൾ മുൻകൈയെടുത്ത് അയാൾക്ക് സ്വാധീനമുള്ള അയാളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഏറ്റവും വേണ്ടവരെയും ചേർത്ത് അയാൾ മിനിറ്റ്സ് എഴുതി കൊണ്ട് കൊടുക്കുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന തനിക്ക് സ്വാധീനമുള്ള ആൾക്കാരെ ചേർത്ത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ആ വഴിക്ക് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും വിദേശ രാജ്യങ്ങളുടെ ആയാലും പ്രൈവറ്റ് ഏജൻസികളുടെ ആയാലും ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ളവർ കൈപ്പറ്റുന്നു. അവർ കുടുംബ സ്വത്താക്കി മാറ്റുന്നു. ബൈല അനുസരിച്ച് കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നു വേണ്ട പലതും അത് സ്ഥാപിക്കുന്നു. അത് തെറ്റ്. അത് ചെയ്യാൻ പാടില്ല. നിയമവിരുദ്ധം. നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ രാജ്യത്തോ നിങ്ങളുടെ ദേശത്തോ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് നിയമവിരുദ്ധം. ചാരിറ്റബിൾ ആക്ട് അതനുസരിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതല്ല. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഒരു പ്രദേശത്ത് ഗവൺമെൻറ് ഇലക്ഷൻ ചെയ്തെടുക്കുന്നത് പോലെ ഒരു പ്രദേശത്ത് പല തരത്തിൽപ്പെട്ട ആൾക്കാർ, പല ജാതി മതസ്ഥരായ ആൾക്കാർ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുന്നതാണ് സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ജനകീയ കമ്മിറ്റി എന്ന് പറയും. മറ്റത് ഇൻഡിവിജ്വലും, ഞാൻ ആദ്യം പറഞ്ഞത് ഇൻഡിവിജ്വലും, ഇത് ജനകീയവും. ജനകീയ കമ്മിറ്റിയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. മറ്റതെല്ലാം തെറ്റാണ്. അങ്ങനെ പൈസ പിടിച്ചെടുത്താൽ, അങ്ങനെ ഗ്രാൻറ്റുകൾ വാങ്ങി സ്വന്തമാക്കിയാൽ, സ്വന്തമായി ഭൂമികളും കെട്ടിടങ്ങളും സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചാൽ അത് നിയമവിരുദ്ധം. അത് ED തുടങ്ങി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങി പല ഏജൻസികളും അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ആ ദുർവിനിയോഗം. ഒരാൾ തന്നെ സ്വയം ഡയറക്ടറാകുന്നു, അല്ലെങ്കിൽ സ്വയം സെക്രട്ടറി ആകുന്നു, ഒരാൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നു അയാളുടെ ഇഷ്ടപ്രകാരം. അത് ആണ് ഞാൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞത്. അവരാണ് കൂടുതലും ഫണ്ട് വാങ്ങാൻ മുന്നിട്ടിറങ്ങുന്നതും ഫണ്ട് വാങ്ങുന്നതും ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നതും സ്കൂളുകളും കോളേജുകളും തുടങ്ങി എന്ന് വേണ്ട സകലതും ആശുപത്രികളും എല്ലാം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഗ്രാൻറ്റ് വാങ്ങുന്നത് അവരാണ്. അത് തെറ്റായ രീതി. അങ്ങനെ ഒരു സംഘടന നടത്താൻ പാടില്ല. സ്വന്തമായി ഒരു വ്യക്തിക്ക് സംഘടന നടത്താൻ പാടില്ല. അങ്ങനെ നടത്തുന്ന സംഘടന നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കാര്യം. ഗവൺമെൻറ് അത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ.
നമുക്ക് ഒരു ജനകീയ കമ്മിറ്റി കൊണ്ട് എങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഒരു പ്രദേശത്തുള്ളവരോ ഒരു നാട്ടിലുള്ളവരോ ഒരു വാർഡിലുള്ളവരോ ഒരു പഞ്ചായത്തിലുള്ളവരോ ചേർന്ന് കുറഞ്ഞ പക്ഷം 7 പേർ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുക. അതിനൊരു ബയല ഉണ്ടാകണം. സൊസൈറ്റി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ബയലയും അറ്റസ്റ്റ് ചെയ്ത് രജിസ്റ്റർ കൊണ്ട് വാങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് FCRA ഒക്കെ അപ്ലൈ ചെയ്യാം. ഫോറിൻ കറസ്പോണ്ടൻസ് ആക്ട്. FCRA അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. FCRA സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജനകീയ കമ്മിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ നിങ്ങളുടെ ദേശത്ത് എന്താണ് ആവശ്യം, ആശുപത്രിയെങ്കിൽ ആശുപത്രി, ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത്, ഒരു ഇൻകം ജനറേഷൻ പ്രോഗ്രാമാണെങ്കിൽ അത്, എന്താണോ നിങ്ങൾക്ക് പ്രശ്നമായി നിൽക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസമായി നിൽക്കുന്നത്, ഒരു സ്കൂളാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ സൊസൈറ്റി വഴി സംഘടിപ്പിക്കാം. നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് നിന്ന് സഹായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് സഹായിക്കാനുണ്ട്. പ്രൈവറ്റ് ഏജൻസികൾ ധാരാളമുണ്ട്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, കാരണം ടൈം ഇപ്പോൾ തന്നെ 7 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് അപ്ലൈ ചെയ്യാം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏജൻസികൾ തയ്യാറായി നിൽക്കുകയാണ്, ഫണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനകീയ കമ്മിറ്റി ആകുമ്പോൾ കിട്ടുന്ന ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യില്ല. അത് ശരിയായ ഒരു കമ്മിറ്റി ആയതുകൊണ്ട് അത് ഒരു പൈസയും നഷ്ടപ്പെടാതെ, ഏജൻസിയെ പറ്റിക്കാതെ, നാട്ടുകാരെ പറ്റിക്കാതെ, ഗവൺമെൻറ്റിനെ പറ്റിക്കാതെ അത് നിലനിൽക്കും. അതാണ് ജനകീയ കമ്മിറ്റി. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ജനകീയമായിരിക്കണം. അപ്പോൾ ജനകീയമായ ഇലക്ഷനായിരിക്കും. ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ജനകീയമായിരിക്കും. ഒരു ഡയറക്ടറാക്കുന്ന ഒരാൾ അത് ആ ജനങ്ങൾ, പൊതുജനം കൂടി തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും. അയാൾ യോഗ്യൻ. അപ്പോൾ അങ്ങനെ ഒരു ജനകീയ കമ്മിറ്റിയിൽ കൂടി ഗ്രാൻറ്റുകൾ വാങ്ങുക, സമൂഹത്തിന് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സംഘടന എപ്പോഴും ഒരു ജനകീയ കമ്മിറ്റി ആയിരിക്കണം. ഇൻഡിവിജ്വലാകരുത്. ഇൻഡിവിജ്വൽ സിസ്റ്റം എപ്പോഴായാലും ഗവൺമെൻറ് പിടിക്കും, അവരെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുകയും ചെയ്യും. അത് അവർ സ്വയം അറിയണം. സ്വയം അറിഞ്ഞ് അവർ പിടിച്ചെടുത്ത ഫണ്ടുകളെല്ലാം ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതേപോലെ ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. അതിനെ അവരെ ഉപദേശിക്കുക. അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കുന്നവർ അവരോട് ഉപദേശിക്കുക. അങ്ങനെ ചെയ്യുന്നവരോട് അവർ നമ്മൾ മറ്റൊരു നന്നാക്കാൻ പോയാൽ നമ്മൾ ശത്രുവായി മാറും. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിക്കാതെ, എല്ലാം ഗവൺമെൻറ് ചെയ്ത് തരട്ടെ എന്ന് ആശ്രയിക്കാതെ, നിങ്ങൾ ഒരു ജനകീയ സൊസൈറ്റി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്യും പോലെ എല്ലാം ചെയ്യാൻ കഴിയും. അതാണ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ പിന്നെ വരാം. ഇപ്പോൾ ടൈം ഓവറായി പോയതുകൊണ്ടാണ് ഇത് റീൽസായി മാറുന്നുണ്ട് വീഡിയോ. അത് കാരണം ഇപ്പോൾ 9 മിനിറ്റായി പോയി. തൽക്കാലം ഞാൻ നിൽക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. ബൈ.